എറണാകുളം രൂപതയിലെ 21 വൈദികർ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക ആസ്ഥാനത്ത് അർദ്ധരാത്രിക്ക് അതിക്രമിച്ച് കയറുകയും തുടർന്ന് പ്രതിഷേധ സൂചകമായി അടുത്തൊരു മൂത്രപ്പുരയ്ക്ക് സമീപം മരച്ചുവട്ടിൽ കുത്തിരുന്ന് കുർബാന ചൊല്ലി അവഹേളിക്കുകയും ചെയ്തവരെ ഇനിയും സഭയിൽ നിന്ന് പുറത്താക്കാതിരിക്കുന്നത് വിശ്വാസികളിൽ അമർഷം പുകയുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായും വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചും സത്യവിശ്വാസികളുടെ സഭാ ശുശ്രൂഷകൾക്കായും ഇറങ്ങിത്തിരിച്ചവരാണ് പുരോഹിതർ എന്നാണ് സത്യവിശ്വാസികൾ കരുതിപ്പോരുന്നത്. അതെല്ലാം ആന മണ്ടത്തരമായിരുന്നു എന്ന് എറണാകുളത്തെ വൈദിക ബിഷപ്പുളം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തു സ്ഥാപിച്ച സ്വയം സമർപ്പണത്തിന്റെ ബലിയെ, പരിശുദ്ധ കുർബാന എന്ന ദിവ്യ ബലിയെ ഒരു സമരമുറയായി അവതരിപ്പിച്ച് ലോകത്തിലെ ആദ്യ സംഭവമായിരിക്കും ഈ മരച്ചുവട് കുർബാന നാടകം. ഇങ്ങനെയൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. തികഞ്ഞ ഏകരാഗ്രതയോടും പൂർണ്ണ ഭക്തിയോടും ഉറച്ചു വിശ്വാസത്തോടും കൂടി അർപ്പിക്കേണ്ട ഒരു ആരാധനക്രമത്തെ വെറും ഒരു ചന്ത പരിപാടിയാക്കി അവതരിപ്പിച്ച ഈ സമൂഹത്തിന് ഇപ്പറഞ്ഞ ശുശ്രൂഷകളിൽ ഒരു തരി പോലും വിശ്വാസമില്ല എന്ന് തിരിച്ചറിയാൻ ഇതിനപ്പുറം തെളിവ് വേണമോ? ഇവരുടെ പള്ളി ശുശ്രൂഷകളിൽ ഇനി വിശ്വാസത്തോടെ പങ്കെടുക്കാമോ? വെറുതെ പങ്കെടുത്ത് സ്വയം വഞ്ചിക്കുമോ? മുണ്ടാടൻ, തളിയൻ, പുന്നക്കൻ, വട്ടോളി തുടങ്ങിയ വിമത വൈദിക വിപ്ലവ ഗുണ്ടകളിൽ ഒരാളെങ്കിലും ഇനി സഭയ്ക്ക് കീഴ്പ്പെട്ട് ഒരു കുർബാന ചൊല്ലിയാൽ പോലും വിശ്വാസികൾക്ക് തീക്ഷ്ണതയോടെ പങ്കെടുക്കാൻ പറ്റുകയില്ല. മനുഷ്യനാണ് ദൈവം എന്ന തരത്തിൽ അറം പറ്റുന്ന ദൈവദൂഷണം വിളമ്പിയ മുണ്ടാടന്റെയും കൂട്ടരുടെയും കുർബാനയിൽ ദൈവം പ്രസാദിക്കുമോ? സമൂഹത്തെ കളിപ്പിക്കാൻ വേണ്ടി എടുത്തണിഞ്ഞ വ്യാജ കുപ്പായങ്ങൾക്കുള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെയൊക്കെ പൊട്ടിയൊഴുകും. സമൂഹത്തെ മുഴുവൻ ഈ ലാവ വിഴുങ്ങും. വിമത വൈദികരെയും അവരുടെ വാലായി തെരുവിലിറങ്ങി മതിൽ ചാടിയ കന്യാസ്ത്രീകളെയും ആ മരച്ചോട്ടിൽ അണിനിരത്തി ഒരു സ്വയംവര മഹോത്സവം നടത്താൻ രൂപത തയ്യാറാകണം. അതോടെ ഇവിടത്തെ സർവ്വ പിശാച് ബാധകളും അവസാനിക്കും.